വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ് മക്കളെ. സാഞ്ചസ് മിസ് ആണ്. മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാംസ് ഇങ്ങ് മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോ? പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലർ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ മുന്നിൽ ഇനി അധിക ദിവസങ്ങളില്ല. അപ്പോൾ എക്സാം അടുക്കുന്ന സമയത്ത് മക്കൾക്ക് എപ്പോഴുള്ള ടെൻഷൻസ് ആണ്. കുറേ ഡൗട്ട്സ് വരും, കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് മിസ് ഏത് ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ്, ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഹൈ മാർക്സിന് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ചാപ്റ്ററിൽ നിന്നാണ് കുറച്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ സ്കിപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല, എന്തായാലും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നറിയോ? നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അലോഹ സംയുക്തങ്ങൾ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ എത്ര മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിളിൽ കാണാൻ പറ്റുന്നത് ലാസ്റ്റ് 5 ഇയേഴ്സിലെ ക്രിസ്മസ് എക്സാമിന്, അതായത് നമ്മുടെ സെക്കൻഡ് ടെർമിനൽ എക്സാമിന് ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ എത്ര മാർക്സിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇയർ നിങ്ങൾ അത്ര കൺസിഡർ ചെയ്യേണ്ട, ലാസ്റ്റ് 3 ഇയേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുന്ന സമയത്ത് 2019-ലും 2022-ലും 2023-ലും ഇതിനിടയിൽ 2 വർഷം മിസ്സിംഗ് ആയിട്ട് കാണാം. അത് നമ്മുടെ കോവിഡ് ഇയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഏതൊക്കെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് പീരിയോഡിക് ടേബിൾ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഓണം എക്സാമിന് വന്നിട്ടുണ്ട്. ആൻഡ് തേർഡ് ചാപ്റ്ററിൻ്റെ പകുതിയും കൂടിയായിരുന്നു ഓണം എക്സാമിന് വന്നത്. അപ്പോൾ മക്കൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം, ഈ ചാപ്റ്ററിൻ്റെ പകുതി, അതായത് തേർഡ് ചാപ്റ്ററിൻ്റെ പകുതിയും നമ്മുടെ ഓണം എക്സാമിന് വന്നല്ലോ, അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല എന്നാണ് പൊതുവേ നിങ്ങൾ വിചാരിക്കാറുള്ളത്. പക്ഷേ അത് തെറ്റാണ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. 2019 ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്നും 5 മാർക്കിനും അതേപോലെ 4 മാർക്കിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് 2022 ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, പക്ഷേ 2023 3 മാർക്കിനും 2 ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ചാപ്റ്റർ പഠിക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? ഈ 6 മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. 6 മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി അവിടെ നമുക്ക് A+ തന്നെ നഷ്ടമാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? പഠിക്കാതെ പോകരുത്. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച ചാപ്റ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. ആൻഡ് തേർഡ് ചാപ്റ്റർ പകുതി വരെ നമ്മുടെ ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ലാസ്റ്റ് 3 ഇയേഴ്സ് അത്യാവശ്യം ഹൈ മാർക്സിന് തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 2019 10 മാർക്കിനും 2022 13 മാർക്കിനും അതേപോലെ 2023 12 മാർക്കിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൊത്തം ഡാറ്റ എന്ന് പറയുന്നത് 50 മാർക്കിലാണ് മിസ് പറയുന്നത്. നമുക്ക് ആക്ച്വലി എക്സാം 40 മാർക്കിലാണെങ്കിലും നമ്മുടെ ഓർ ക്വസ്റ്റ്യൻസിൻ്റെ മാർക്സും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാം. പക്ഷേ നമ്മൾ 40 മാർക്കിന് എഴുതിയാൽ മതി. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് അടക്കമുള്ള വെയിറ്റേജ് ആണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡാറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് 3 ഇയേഴ്സിലെ ഏറ്റവും ഹൈ മാർക്സിന് ചോദിച്ചത് നമ്മുടെ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അലോഹ സംയുക്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ചാപ്റ്റർ പഠിക്കണം. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ആക്ച്വലി ആ ചാപ്റ്ററിൻ്റെ പകുതി വരെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പം നിങ്ങളുടെ സ്കൂൾ എവിടെ വരെയാണോ എടുക്കുന്നത് അതുവരെ നിങ്ങൾ പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവുക. ആൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി തന്നെ പഠിച്ചിട്ട് എക്സാമിന് പോവുക. അപ്പോൾ ഈവൻ ദോ പകുതി ചാപ്റ്ററാണ് ഉള്ളൂ എങ്കിലും അതിൽ നിന്ന് വന്ന മാർക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതായത് 10, 13, 6 ഹൈ മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 13 മാർക്കിനായിരുന്നു ചോദിച്ചത്, പക്ഷേ കഴിഞ്ഞ വർഷം 6 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് അടുത്ത വർഷം കൂടുതൽ മാർക്കിന് ചോദിക്കുമോ എന്നുള്ളത്. അതായത് മാർക്സ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്നും കുറച്ചുകൂടെ ലെസ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കുറച്ചുകൂടെ കുറവാണ്. പക്ഷേ പഠിക്കാതെ പോകരുത്, പഠിച്ചിട്ട് മാത്രം പോവുക. ആൻഡ് ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സിൽ നിന്നും ഹൈ മാർക്സിന് തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ആൻഡ് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പോകുന്നതിൻ്റെ മുന്നേ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. ഈ 4 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആൻഡ് ഈ 2 ചാപ്റ്റേഴ്സും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സെറ്റാക്കി തരാൻ ഏകൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഏകൻ്റെ എല്ലാ ക്ലാസ്സസും കാണുക, ആൻഡ് നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഹൈ മാർക്സ് തന്നെ സ്കോർ ചെയ്യാം. A+ൽ കുറവ് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.